നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അവരെന്റെയും ഋഷിയുടെയും ഡിവോഴ്സ് നടത്തുമെന്ന്. ഡിവോഴ്സോ? ടെൻഷന്റെ യാതൊരു ആവശ്യമില്ലെന്ന് സ്വാമിയച്ഛൻ ആവർത്തിച്ച് പറഞ്ഞിരിക്കുക. എന്നാലും ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ മനസ്സമാധാനം ഉണ്ടാവാനാ? നിനക്ക് മനസ്സമാധാനം ഉണ്ടോ? എനിക്കും ടെൻഷൻ മാറിയിട്ടൊന്നുമില്ല. ഇതെല്ലാം ഗോപികയുടെ ജാതകദോഷത്തിന്റെ ഫലമാ. സുഖപ്പെട്ടു വന്നിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ആയെങ്കിൽ അത് നമ്മളെ തീരുമാനം വച്ചു വൈകിക്കുന്നതുകൊണ്ടാ. ദേവികയുടെ വീട്ടുകാര് വിവാഹത്തിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഋഷിയും ഗോപികയും തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. ഗോപിക കൂടെയുണ്ടെങ്കിൽ ഋഷിക്ക് ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശരിയാണ്, ആ പേടി എനിക്കുണ്ട്. ഹാ, ഇത്രയും ദിവസം സമയം കൊടുത്തിട്ടും അവരൊരു മറുപടി പറയാത്ത സ്ഥിതിക്ക് ഇനി നമ്മള് അവരുടെ മറുപടി പ്രതീക്ഷിക്കണ്ട. ഡിവോഴ്സ് നടത്തണം. നമുക്ക് ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോവാം. അതെ, അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവരുടെ ഡിവോഴ്സ് നടത്താം. ഈ സാഹചര്യം അവരുണ്ടാക്കിയതല്ലേ? ഡിവോഴ്സ് നടക്കട്ടെ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ദേവികയോ ഗോപികയോ ഈ കുടുംബത്തോട് ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. പിന്നെന്തിനാ നമ്മൾ അവരോട് കാണിക്കുന്നത്? എന്റെ കുടുംബത്തിന്റെ നന്മ എനിക്ക് നോക്കിയേ പറ്റൂ. ചേച്ചി, മോളെ, ചേച്ചി, മോളെ, ചേച്ചി. ഋഷിക്ക് കുഴപ്പമില്ല ചേച്ചി. കുറച്ചു മുമ്പ് സ്വാമിയച്ഛനൊരു മരുന്ന് കൊടുത്തായിരുന്നു. അതിന്റെ ക്ഷീണത്തിൽ മയങ്ങുവോ? വിളിച്ചാ ചിലപ്പോ കണ്ണു തുറക്കും. വിളിക്കണോ? വേണ്ട, മയങ്ങിക്കോട്ടെ. മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? എനിക്കിപ്പോ വലിയ പ്രയാസങ്ങളൊന്നുമില്ല ചേച്ചി. ഇങ്ങനെ കിടക്കുന്നതാ ബുദ്ധിമുട്ട്. ഇറങ്ങി നടക്കണമെന്നൊക്കെയുണ്ട്. പക്ഷെ സ്വാമിയച്ഛൻ സമ്മതിക്കില്ല. കുറച്ചുകൂടെ കഴിയട്ടെ എന്നാ അദ്ദേഹം പറയുന്നേ. ഇപ്പൊ അധികം ശരീരം അനക്കരുതെന്നാ പറഞ്ഞ്. അതെ, നീ ശ്രദ്ധിക്കണം. സ്വാമിയച്ഛൻ പറയുന്നൊക്കെ കൃത്യമായിട്ട് അനുസരിക്കണം. ഹരിസാറും സ്മൃതിയൊക്കെ എവിടെ? പുറത്തെവിടെയെങ്കിലും കാണും. അവരെപ്പോഴും ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു കണക്കിന് അവരിപ്പോ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. ചേച്ചിയോട് സ്വകാര്യമായിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അവരിവിടെ ഉണ്ടെങ്കിൽ അതിന് പറ്റില്ലല്ലോ. നിനക്കെന്താ പറയാനുള്ളത്? മറ്റൊന്നുമല്ല, ചേച്ചിയുടെ കല്യാണത്തെക്കുറിച്ചാ. സിദ്ധുവേട്ടനുമായി ചേച്ചി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പൊന്നാരൻ തോട്ടത്തുകാരെ പരമാവധി ശ്രമിക്കും. പ്രത്യേകിച്ച് മുത്തശ്ശി. ഗോപു, ആശുപത്രി കിടക്കെ കിടന്നിട്ടാണോ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? ഈ ബെഡിൽ കിടന്നത് പറഞ്ഞ എന്താ കുഴപ്പം? വെറുതെ നീ എന്തിനാ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ എടുക്കുന്നേ? ഇത് ചേച്ചിയോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രയാസം. ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കണം. ഒരു കാരണവശാലും ചേച്ചി വിവാഹത്തിന് സമ്മതിക്കരുത്. മോളെ, ഞാൻ ഇന്നലെ ഇത് പറയാൻ വേണ്ടി ഋഷിയുടെ അമ്മയെ വിളിച്ചിരുന്നു. സിദ്ധുവേട്ടനും ചേച്ചിയുമായുള്ള വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അമ്മയോട് തറപ്പിച്ചു പറഞ്ഞു. എടി, നീ എന്തിനാ അതൊക്കെ പറയാൻ പോയത്? പറഞ്ഞ എന്താ കുഴപ്പം? പറഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പമില്ല. പറയാതിരുന്നാലോ പ്രശ്നം. ഇതൊക്കെ സംസാരിക്കാൻ ഞാനും മുത്തശ്ശനൊക്കെ ഇല്ലേ? എന്നിട്ട് നിങ്ങൾ വേണ്ടതുപോലെ സംസാരിച്ചോ? പറയാനുള്ളതൊക്കെ ഞാൻ ഋഷിയുടെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല.
മറുപടി പറഞ്ഞത് മുത്തശ്ശിയോ? അതൊരു മറുപടി അല്ലായിരുന്നു, ഒരു ഭീഷണിയായിരുന്നു. ചേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ അവരെന്റെയും ഋഷിയുടെയും ഡിവോഴ്സ് നടത്തുമെന്ന്. ഡിവോഴ്സോ? അതെന്താ, ഡിവോഴ്സ് എന്ന് കേട്ടപ്പോ ചേച്ചി ഞെട്ടിപ്പോയോ? മോളെ, കാര്യങ്ങളൊക്കെ ഇത് എവിടേക്കായി പോകുന്നത്? ചേച്ചി ടെൻഷനാവൊന്നും വേണ്ട. എല്ലാത്തിനും കാരണം എന്റെ ജാതക ദോഷമെന്നാ അവര് പറയുന്നെങ്കിൽ ഞാനായിട്ട് ആരെയും ദ്രോഹിക്കില്ല. ഋഷിയെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ തയ്യാറാ. അല്ലാതെ എന്റെ ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരങ്ങനെ ഈ വിവാഹം നടത്തണ്ട. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ബലി കഴിപ്പിക്കാനുള്ളതല്ല എന്റെ ചേച്ചിയുടെ ജീവിതം. ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ അവര് തയ്യാറാക്കുന്ന ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ദേ നിന്നെ ചേച്ചിക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. അവരങ്ങനെ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഡിവോഴ്സിന് ഞാൻ തയ്യാറാ. മോളെ, നിങ്ങൾക്കൊക്കെ തോന്നുമ്പോ വേണ്ടെന്ന് വെക്കാനും വേണമെന്ന് വെക്കാനും ഉള്ളതല്ല ഈ ജീവിതം. ഇത് കളി തമാശ അല്ല ഗോപു. അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവളാ ഞാൻ. രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാൻ ഞാനും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ ഋഷിയും ദൈവം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒരാളെങ്കിലും കരക്കടിപ്പിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു ഞാൻ. അത് മനസ്സിൽ എപ്പോഴും ഉണ്ട്. നീയായിട്ട് അതില്ലാതാക്കരുത്. ഭാരപ്പെട്ട തീരുമാനങ്ങളൊന്നും നീ ഇപ്പൊ എടുക്കണ്ട. ഇനി ഞാനിവിടെ ഇരുന്നാ നീയും ഞാനുമായിട്ടുള്ള സംസാരം തുടരും. അതെന്തായാലും വേണ്ട. വരണം, കേറിയിരിക്കാം. വാ അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.